ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇളനീര് കൊണ്ട് കാരമൽ ചെയ്ത് ഒരു അടിപൊളി പുഡിങ്ങാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി നമുക്ക് 2-3 ഇളനീര് ഇടാം. നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങിൽ ഇളനീരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 2 ഇളനീര് ഇട്ടിട്ടുണ്ട്. 2 എണ്ണം വീട്ടിൽ കുടിക്കാനും എടുത്തു കേട്ടോ. ബാക്കി 2 എണ്ണമാണ് നമ്മൾ പുഡിങ്ങിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളവും അതിൻ്റെ പൾപ്പും ഇളനീരിൻ്റെ പൾപ്പും ഫുള്ളായിട്ട് നമ്മൾ പുഡിങ്ങിനായി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഇളനീരിൻ്റെ വെള്ളവും പൾപ്പുമാണ് നമ്മൾ പുഡിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ട് കാരമൽ ചെയ്യാം. അതിലേക്ക് നമ്മളുടെ ഇളനീരും വെള്ളവും അടിച്ച പൾപ്പാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലവണ്ണം അത് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് നല്ലവണ്ണം അലിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഉണ്ടാവുക. നമുക്കത് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെച്ചിരിക്കുന്നത്. നേരം വെളുക്കുമ്പോഴാണ് ഇത് എടുത്തിക്കുന്നത്. അപ്പോൾ പൊട്ടുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു സ്പൂൺ വെച്ചിട്ട് 4 പുറം ഒന്ന് ഇതാക്കി കൊടുത്തപ്പോൾ കിട്ടി. ആ മേലെ കാണുന്നതൊക്കെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് ഒരു ഫ്ലോപ്പായതല്ല. അടിപൊളി നല്ല ടേസ്റ്റുള്ള പുഡിംഗ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. കാരമൽ ചെയ്തതിൻ്റെ ടേസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റും നമ്മളെ കോക്കനട്ടിൻ്റെ ടേസ്റ്റും ഇളനീരിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ പുഡിംഗ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ഇത് ഏത് കൊച്ചു കുട്ടികൾക്ക് വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോ ആയി വരാം. അസ്സലാമു അലൈക്കും.